പൊതിച്ചോറിന് കെട്ടാൻ വേണ്ടിയുള്ള ഇല വാട്ടി വെച്ചിരിക്കട്ടാ. അതെ, ഇനി ഓരോന്നായിട്ട് ഇതിലേക്ക് പൊതിഞ്ഞെടുക്കണം. പൊതിച്ചോറൊരു വികാരം തന്നെയാണ് അല്ലേ. പണ്ട് കോളേജിലും സ്കൂളിലും ഒക്കെ പൊതിച്ചോറായിട്ട് പോയതും കുറേ സുഹൃത്തുക്കൾ ചേർന്ന് കൈയിട്ട് വാരി തിന്നതും അങ്ങനത്തെ ഓർമ്മകളൊക്കെ ഉണ്ടോ? ഞങ്ങൾക്ക് ഉണ്ട് കേട്ടോ. ഞാൻ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോൾ ഒന്നും കിട്ടില്ല, ആരെങ്കിലുമൊക്കെ വാരിയിട്ട് പോകും, ഓരോ പിടിയേ ഉണ്ടാവുള്ളൂ. അപ്പം അതാ ചമ്മന്തി, മുട്ട, അച്ചാറിൻ്റെയൊക്കെ ഒരു മണം വായിൽ വെള്ളം വരുന്നു കേട്ടോ. പിന്നെ ഇതാ തോരൻ ഇവിടെ ഉണ്ട്. ഇതിപ്പോൾ അവിയലാണേ. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ഇതിപ്പോൾ ഈ പൊതിയിലുള്ളതാണ്. അല്ലാണ്ട് നമുക്ക് മീൻ വറുത്തതും മീൻ കറിയും സാമ്പാറും രസവും സെപ്പറേറ്റ് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. പപ്പടവും കൊണ്ടാട്ടം മുളകും. ചോറ് നമുക്ക് ഉച്ചയ്ക്ക് വേണം. പായസം ആദ്യം ഇച്ചിരി കുടിച്ച് നോക്കാം അല്ലേ. അടിപൊളി. ആ ചൊവ്വരി ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല രസം. 25 വർഷം UAE റാസി കൈമയിലായിരുന്നു. ഫാമിലിയായിട്ട് ഹസ്ബൻഡിന്റെ മക്കളും കൂടെ ഇരുന്നു. അപ്പൊ നാട്ടിൽ വന്നിട്ട് 2020 വന്നത്. പാചകം ഇഷ്ടമായോണ്ടാണ്? പാചകം ഇഷ്ടമാണ്, എന്റെ പാഷനാണ്. അതുകൊണ്ട് തന്നെയാണ് തുടങ്ങിയത്. ഹാപ്പിയാണോ? ഹാപ്പിയാണ്. ഇനി ആൾക്കാർ സപ്പോർട്ട് ചെയ്ത് കുറച്ചുകൂടെ ഹാപ്പി ആവണം. അതൊക്കെ ആയിക്കോളും. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ ഇത് ആറ്റിങ്ങൽ മാർക്കറ്റ് റോഡ് കേട്ടോ. അപ്പോൾ ഇവിടെ പിന്നെ ലൗലി ചേച്ചി വീട്ടിലാണ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുക. പ്രധാനമായിട്ടുള്ളത് പൊതിച്ചോറാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കടയിലേക്ക് കൊണ്ടുവരും. ഉച്ച സമയത്തെ നല്ല വാഴ ഇലയിൽ ചമ്മന്തിയും മാങ്ങാച്ചാറും മീൻ കൂട്ടാനും ഒക്കെ ചേർത്ത് ഊണ് കഴിക്കുന്നതിനെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കി. മുട്ട പൊരിച്ചതും ഒക്കെ ചേർത്തിട്ട് അതാ ഇല തുറക്കുമ്പോൾ തന്നെ എന്തൊരു മണമായിരിക്കും അല്ലേ. ഞങ്ങൾ രാവിലെ തന്നെ വീട്ടിൽ പോയി അവിടെ നിന്നുള്ള കുക്കിങ്ങൊക്കെ ഞാനൊരു വീഡിയോ എടുക്കാൻ ഇപ്പോൾ ചേച്ചിയുടെ മോള് ശ്രീലക്ഷ്മി ആണെങ്കിൽ മെസ്സേജ് അയക്കുന്നത് ഇതിനെ പറ്റിയിട്ട്. അപ്പോൾ വീഡിയോ എടുക്കാൻ പോകുമ്പോൾ ഞാൻ അവിടെ എത്തിയിട്ട് അവിടുത്തെ പരിസരവും ഒക്കെ അറിയണമല്ലോ, വൃത്തിയും ഒക്കെ ആയിട്ടാണോ കാര്യങ്ങൾ ചെയ്യണേന്ന് നോക്കിയിട്ടാണ് നമ്മൾ ആ വീഡിയോ പോസ്റ്റ് ചെയ്യണോ വേണ്ടതെന്ന് ആലോചിക്കുക. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രാവിലെ മുതൽ അവിടെ എത്തി കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഷൂട്ട് ചെയ്തു. അതിന് ശേഷം ഇപ്പോൾ ആറ്റിങ്ങലാണ് കടയുള്ളത്. കടയിലേക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കുകയാണ്. അത് ആ പേര് കണ്ടോ, സാഫല്യം കിച്ചൺ. ചേച്ചിയുടെ ഒരു സ്വപ്ന സാഫല്യമാണ്, അതുകൊണ്ടാണ് അങ്ങനെ പേരിട്ടത്. 10-25 കൊല്ലത്തോളം പ്രവാസിയായിരുന്നു. അതിനുശേഷം ഇപ്പം നാട്ടിൽ വന്നിട്ട് ഒരു ഡ്രീമാണ്, അതുകൊണ്ട് അങ്ങനെ തുടങ്ങിയതാണ്. അപ്പോൾ ഇവിടുത്തെ പൊതിച്ചോറിൻ്റെയും പിന്നെ ബിരിയാണിയുടെ വിശേഷങ്ങളാണ് നമ്മളിന്ന് പങ്കുവയ്ക്കുന്നത്. മുട്ടയില്ലാതെ പൊതിച്ചോറ്. ചേച്ചി ഇങ്ങനെ നിന്ന് മുട്ട വരികയാണ്. കരിഞ്ഞോ? അതെ. പൊതിച്ചോറെന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ മനസ്സിൽ ആദ്യം ഓടി വരുന്നതാണ് ഈ ചമ്മന്തി അച്ചാറും ഒക്കെ അല്ലേ. അപ്പോൾ അതേ ചമ്മന്തി അരച്ച് ഇങ്ങനെ ഓരോ ഉണ്ടാക്കി വെച്ചിരിക്കുക കേട്ടോ. പൊതി കിട്ടുമ്പോൾ നേരെ അതിലേക്ക് എടുത്ത് വെച്ചാൽ മതിയല്ലോ. ഇത് അവിയൽ പൊതിഞ്ഞ് വെച്ചിരിക്കുകയാണ്. പിന്നെ മുട്ട പൊരിച്ചത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. തോരൻ്റെ ഇവിടെ ഇരിക്കുന്നുണ്ട്. എല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്തു പൊതിയാൻ വേണ്ടിയിട്ട്. നല്ല മാങ്ങാച്ചാറാണ് ഇന്ന്. ഇത് നമ്മളെ പൊതിച്ചോറിൻ്റെ കൂടെ കൊടുക്കാനുള്ള മീൻ കൂട്ടാനാണ് കേട്ടോ. അത് നല്ല മാങ്ങയും മുരിങ്ങക്കായും ഒക്കെ ഇട്ടിട്ട് കുടംപുളി ഇട്ടിട്ടുണ്ട് അല്ലേ. എല്ലാം കൂടെ ചേർത്ത്. എന്നാ മീനായിരുന്നു? കൊഴുവയാ? നത്തൂലി. അപ്പോൾ അതാ ബിരിയാണി റെഡിയായി ഇരിക്കുകയാണ് കേട്ടോ. ഞണ്ട് റോസ്റ്റ് ഉണ്ട്. പക്ഷെ ഞണ്ട് റോസ്റ്റൊക്കെ എല്ലാ ദിവസവും ഉണ്ടാവണം എന്നില്ല, അതൊക്കെ കിട്ടണ അനുസരിച്ച്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞേക്കുവായിരുന്നെങ്കിൽ അത്രയും നല്ലത്. പ്രീ ബുക്ക് ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ എത്രയും ഉപകാരം. ഇതാണെങ്കിൽ കണവയുടെ തോരനാണേ. അപ്പോൾ കപ്പയുടെ കൂടെ കഴിക്കാൻ നല്ല ബീഫിൻ്റെ കറിയും ഉണ്ട് കേട്ടോ. ഇതേ മീൻ പുരട്ടി വെച്ചേക്കുക വാഴയിലയിൽ പൊള്ളിച്ചെടുക്കാൻ വേണ്ടിയിട്ടേ. അപ്പോൾ അതെ മീൻ പൊള്ളിക്കാൻ വെച്ചത് ഏകദേശം റെഡിയായി കണ്ട. അപ്പോൾ അതെ നല്ല കടലപ്പായസം ഉണ്ട് കേട്ടോ. ചൊവ്വരിയും കടലയൊക്കെ ചേർത്തിട്ട് അല്ലേ. അപ്പോൾ ഇതും ഇതുപോലെ നമുക്കിങ്ങനെ എല്ലാ ദിവസവും അങ്ങനെ ഉണ്ടാവണമെന്നില്ല. പക്ഷെ മുൻകൂട്ടി ബുക്ക് ചെയ്യുവാണെങ്കിൽ എത്ര ആയാലും ഉണ്ടാക്കി കൊടുക്കുമല്ലോ അല്ലേ ചേച്ചി? എത്ര അളവായാലും വിളിച്ച് പറഞ്ഞേർന്നാൽ ഉണ്ടാക്കി വെച്ചേക്കൂട്ടോ. അതെ പൊതി കെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചോറ്, ചമ്മന്തി, പിന്നെ മാങ്ങ അച്ചാറ്, അവിയൽ, തോരൻ, മുട്ട പൊരിച്ചത്. ഒഴിച്ചു കറികളൊക്കെ പ്രത്യേകം വേറെ പാക്കറ്റിലാണേ. ചേച്ചി അപ്പം അങ്ങനെ സാഫല്യത്തില് എന്തൊക്കെയാ സ്പെഷ്യലുകള്? സ്പെഷ്യല് ഞണ്ട് റോസ്റ്റ് ഉണ്ട്, കണവത്തോര ഉണ്ട്, പിന്നെ കപ്പയും മീൻ കറിയും കപ്പയും ബീഫ് കറി,
അങ്ങനെ ആൾക്കാർ ഓർഡർ അനുസരിച്ച് എന്താണ് ചെയ്യുന്നത് അതനുസരിച്ച് ചെയ്യും. അല്ലേ? നമുക്ക് അവിടെ ഊണായിട്ട് പൊതിച്ചോറായിട്ടാ കൊണ്ടുപോകുന്നത് അല്ലേ? വീട്ടിൽ നിന്ന് തന്നെ പൊതിഞ്ഞെടുക്കും. പൊതിച്ചോറ് വാഴയിലയിൽ പൊതിഞ്ഞ പൊതിച്ചോറ്. അത് എത്ര രൂപയ്ക്കാ? അത് 100 രൂപയ്ക്കാണ്. ഫിഷ് മീൽസ് ആണ്. അതിൽ ഫിഷ് കറിയും ഫിഷ് ഫ്രൈയും എല്ലാം, മുട്ട എല്ലാം വരുന്നുണ്ട്, ചമ്മന്തി എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. 100 രൂപയ്ക്കാ കൊടുക്കുന്നത്. 100 രൂപയ്ക്കാണ്. അല്ലാതെ അവിടെ കഴിക്കാൻ വരുന്നവർക്ക് നമുക്ക് ഡൈനിങ് ആയിട്ടുണ്ടോ? ഡൈനിങ് ആയിട്ട് ഒരു 4-5 പേർക്ക് ഇരിക്കാനുള്ള സൗകര്യമുള്ളൂ. എന്നാലും നമ്മൾ വിളമ്പി കൊടുക്കല്ല, ഈ പൊതിയാണ്, പൊതിച്ചോറാണ് വിളമ്പി കൊടുക്കുക. ബിരിയാണിയോ? ബിരിയാണി 120. ചിക്കൻ ബിരിയാണി. ചിക്കൻ ബിരിയാണി. ഇതിപ്പോ എത്ര നാളായി തുടങ്ങിയിട്ട്? 2 മാസം. ചേച്ചിയുടെ ആഗ്രഹമായിരുന്ന? എന്റെ ആഗ്രഹമായിരുന്നു. പാചകം ഇഷ്ടമായോണ്ടാണ്? പാചകം ഇഷ്ടമാണ്, എന്റെ പാഷനാണ്. അതുകൊണ്ട് തന്നെയാണ് തുടങ്ങിയത്. ബാക്കി എല്ലാവരും സപ്പോർട്ടും ഉണ്ട് ഇപ്പൊ? സപ്പോർട്ട്, എല്ലാവരും സപ്പോർട്ടുണ്ട്. ഹസ്ബൻഡും മക്കളും വീട്ടുകാരും എല്ലാവരും നല്ല സപ്പോർട്ട്. എത്ര മണിക്കാ ഊണ് കിട്ടി തുടങ്ങുക? 11:30-11:30-ക്കാണ്. 3 മണി തീരുന്ന ഇങ്ങി പോരും. എന്റെ വീട് പാരിപ്പള്ളിയിലാണ്. പാരിപ്പള്ളിയിൽ നിന്നാണ് ഞാൻ വെച്ചുകൊണ്ട് പോവുകയാണ്. എത്ര ദൂരം? ഞായറാഴ്ച ദിവസം തുറക്കുക? ഞായറാഴ്ച അല്ല, വർക്കിംഗ് ഇതല്ല. ബാക്കി എല്ലാ ദിവസവും ഉണ്ട്. ഊണും ബിരിയാണി മാത്രം? ഊണും ബിരിയാണിയാണ് എന്നും ഉള്ളത്. മറ്റത് പായസവും എല്ലാം പ്രീ ബുക്കിംഗ് ചെയ്താൽ, അതായത് നമുക്ക് അത്ര ആള് വരാത്തോണ്ട് നേരത്തെ പറഞ്ഞാലേ അല്ലേ? അപ്പൊ ഈ പായസം ഒക്കെ ഇപ്പൊ ആരെങ്കിലും കുറച്ചധികം വേണം, ഒരു 2 ലിറ്റർ 3 ലിറ്റർ ഒക്കെ വേണം, ഉണ്ടാക്കി കൊടുക്കും. എന്തൊക്കെ പായസം കൊടുക്കും? അട, കടല, സേമിയ, ഏത് വേണേലും ഉണ്ടാക്കി കൊടുക്കാം. അതല്ലാതെ ഊണിനും ഓർഡർ പറഞ്ഞ അങ്ങനെ ആക്കി കൊടുക്കുമോ? ഊണിന് ഓർഡർ വന്നാലും ചെയ്യും. ബിരിയാണിക്ക് എനിക്ക് ഓൾറെഡി 2 വന്നിട്ടുണ്ട്, ഇപ്പൊ 1 അതെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ചെറിയ രീതിയിൽ പറ്റുന്നതൊക്കെ ചെയ്യും. ആൾക്കാർ അറിഞ്ഞു വരണം, ആൾക്കാർ അറിയണം. ഫുഡിൻ്റെത് ആൾക്കാർ കഴിച്ചിട്ട് അവരുടെ അഭിപ്രായം പറയണം. നമ്മൾ സ്വന്തമായിട്ട് പറയരുതല്ലോ. ബാക്കി ഞാൻ കഴിച്ചിട്ട് പറയാം. ഓക്കെ. ഇതാണ് നമ്മൾ നേരത്തെ പൊതിച്ചോറ്. എന്തൊരു മണം വാഴയിലയുടെയൊക്കെ. നമുക്കിനി അയച്ചു നോക്കാം. എന്നൊക്കെ പറഞ്ഞാലും പൊതിച്ചോറൊരു വികാരം തന്നെയാണ് അല്ലേ? പണ്ട് കോളേജിലും സ്കൂളിലും ഒക്കെ പൊതിച്ചോറായിട്ട് പോയതും കുറേ സുഹൃത്തുക്കൾ ചേർന്ന് കൈയിട്ട് വാരി തിന്നതും അങ്ങനത്തെ ഓർമ്മകളൊക്കെ ഉണ്ടോ? ഞങ്ങൾക്കുണ്ട് കേട്ടോ. ഞാൻ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോൾ ഒന്നും കിട്ടില്ല, ആരെങ്കിലുമൊക്കെ വാരിയിട്ട് പോകും. ഓരോ പിടിയേ ഉണ്ടാവുള്ളൂ. അപ്പം അതാ ചമ്മന്തി, മുട്ട, അച്ചാറിൻ്റെയൊക്കെ ഒരു മണം, വായിൽ വെള്ളം വരുന്നു കേട്ടോ. പിന്നെ ഇതാ തോരൻ ഇവിടെ ഉണ്ട്. ഇതിപ്പോൾ അവിയലാണേ. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക്, ഇതിപ്പോൾ ഈ പൊതിയിലുള്ളതാണ്, അല്ലാണ്ട് നമുക്ക് മീൻ വറുത്തതും മീൻ കറിയും സാമ്പാറും രസവും സെപ്പറേറ്റ് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. പപ്പടവും കൊണ്ടാട്ടം മുളകും. ഞാൻ മീൻ കറിയാണ് കേട്ടോ ഒഴിക്കണത്. നല്ല മാങ്ങയൊക്കെ ഇട്ട് വെച്ച മീൻ കറിയാണ്. അപ്പോൾ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്പെഷ്യൽ ഇല്ലെങ്കിലും വാഴയിലയിൽ ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചിട്ട് ഇച്ചിരി ചമ്മന്തി അച്ചാറും പപ്പടം ഉണ്ടെങ്കിൽ തന്നെ ആവശ്യം. പക്ഷേ ഈ മീൻ കൂട്ടാനുണ്ടല്ലോ, നമ്മളെ മണമുള്ള മുളകില്ലേ, ഉടങ്കൊല്ലി, ഉണ്ടമുളക്, ആ മുളകാണ് ഈ മീനിലിട്ടിരിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ ഒഴിച്ചപ്പോൾ തന്നെ അതിൻ്റെ ഒരു മണം ആകെ മൊത്തം ഒരു കൊതിപ്പിക്കുന്ന ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കൂടുതൽ ആളുകളും പൊതിച്ചോറാണ് മേടിക്കാൻ വരിക. അങ്ങനെ ഇവിടെ ഇരിക്കാനുള്ള ഇടം കുറവും ഒക്കെ ഉള്ളതുകൊണ്ട് തിരക്ക് പിടിച്ച റോഡൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ പേരും പാർസലുകാരാണ് പൊതിയായിട്ട് മേടിച്ചിട്ട് പോകും. കുറച്ച് പേരൊക്കെ വന്നാൽ ഇരിക്കാൻ വേണ്ടി ഇങ്ങനെ അതിനുള്ള അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. സൂപ്പറായിട്ടുള്ള മീൻകറി. അതും അതിൻ്റെ ഒരു സ്വാദ് കൂട്ടുന്നതെന്ന് പറഞ്ഞാൽ ഈ മുളകിൻ്റെ ഒരു മണവും ആ സ്വാദും. എന്നാൽ ഒരുപാട് എരിവില്ല. മീൻകറി സൂപ്പർ എന്ന് പറഞ്ഞില്ലേ, അതുപോലെ നല്ല തേങ്ങയിട്ട ചമ്മന്തി, മാങ്ങയൊക്കെ ചേർത്തരച്ച്. ഞങ്ങൾ വരെ വീട്ടിൽ പോയിട്ടാണല്ലോ ഷൂട്ട് ചെയ്യുന്ന പറഞ്ഞില്ലേ, വീടിന് ചുറ്റും നിറയെ മാവ് നിറച്ച് മാങ്ങയൊക്കെയാണ്. അപ്പോൾ അവിടെ അമ്മ ഞാൻ പോരാൻ നേരത്തെ എൻ്റെ ചോദിക്കും കുറച്ച് മാങ്ങ തന്നുവിടട്ടെ എന്ന്. കുറേ മാങ്ങ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാത്തിലും മാങ്ങയുടെ ഒരു സാധനമുണ്ട്. മാങ്ങയുടെ സീസണായല്ലോ. നല്ല ഊണ് കേട്ടോ. 100 രൂപയ്ക്കാണ് കൊടുക്കണത്. അതായത് മീൻ വറുത്തത്, മീൻകറി, ചമ്മന്തി, കൊണ്ടാട്ടം മുളക്, പപ്പടം, അവിയൽ, തോരൻ, 3 കൂട്ടം ഒഴിക്കാൻ ഇത്രയുണ്ട്.
പപ്പടത്തിൻ്റെ കാര്യം മറന്നുപോയി. പപ്പടം അവിടെ ഇരിക്കണ്ടേ, കാരണം എനിക്ക് ചമ്മന്തിയും അച്ചാറും മീൻ കൂട്ടാനും അതിൻ്റെ ഒരു സ്വാദിൽ ഞാൻ ബാക്കിയെല്ലാം തോരനോ അവിയലൊന്നും തൊട്ടിട്ടില്ല. ആ ഒരു സ്വാദിൽ ഞാൻ ബാക്കിയെല്ലാം മറന്നുപോയി. എന്നതാ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടം എന്താ വെച്ചാൽ ഇന്ന് നല്ല ഉപ്പുണ്ടാവും, അതുകൊണ്ട് എരിവുള്ളത് എനിക്ക് ഇഷ്ടമല്ല. ഒരുമില്ല. അപ്പം അതേ വാഴ ഇലയിൽ പൊള്ളിച്ച മീൻ നമുക്ക് തുറന്ന് നോക്കാം. കണ്ട അതിൻ്റെ ഒരു മസാലയൊക്കെ. അപ്പോൾ അതേ നോക്കി, എന്നിട്ട് ഈ മസാല ഇങ്ങോട്ട് മാറ്റിയിട്ട് കണ്ട നമുക്ക് ഈ മസാലയും കൂടെ കുറച്ച് ചേർത്ത് കഴിക്കാം. ഇങ്ങനെ ഒരു കണ്ടെയ്നറിലാണ് ബിരിയാണി. 120 രൂപയുടെ ബിരിയാണിയാണ്. ഞാൻ എന്തോരം ഉണ്ടെന്ന് കാണിച്ചു തരാമേ. ശരിക്കും പറഞ്ഞാൽ നിറച്ച് ഒരാൾക്ക് നല്ലോണം കഴിക്കുന്നവർക്ക് നിറച്ച് കഴിക്കാം. അപ്പം എന്നെ പോലെയൊക്കെയാണ് 2 പേർക്കും കഴിക്കാം. കണ്ടോ, മുട്ടയും 3 ചിക്കൻ പീസും പിന്നെ ഇത്രയും റൈസുമാണ് വരുന്നത്. ഇത് കൂടാതെ അച്ചാറുണ്ട്, സാലഡ് ഉണ്ട്, പപ്പടവും ഉണ്ട്. അപ്പോൾ നല്ല കപ്പയും ബീഫും. അപ്പം ഇതുപോലെ ഞണ്ട്, കണവ ഇതൊക്കെ ഇവിടെ വന്നാൽ കിട്ടും. പക്ഷേ മുൻകൂട്ടി പറയണം. എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരുപാട് കച്ചവടമൊന്നുമില്ല. അപ്പോൾ ഇവരിങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവച്ചിട്ട് കളയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആരെങ്കിലുമൊക്കെ തലേന്ന് വിളിച്ച് പറയുവാണെങ്കിൽ ഇതൊക്കെ ഉണ്ടാക്കി വെക്കുകയുള്ളൂ. അപ്പോൾ നല്ല പായസമെന്ന് പറഞ്ഞില്ലേ, പായസമൊക്കെ ഊണിൻ്റെ കൂടെ ഉള്ളതല്ല കേട്ടോ. പായസം അല്ലെങ്കിൽ ഈ ഞണ്ട് ഇതൊക്കെ സ്പെഷ്യലാണ്. പിന്നെ മുൻകൂട്ടി വിളിച്ചൊക്കെ പറഞ്ഞിരുന്ന കുറച്ചധികം പായസം വേണമെങ്കിലും ഇവിടെ വെച്ച് വെക്കും. ഇതുപോലെ ഇങ്ങനെ കണ്ടെയ്നറിലാണ് പായസം കൊടുക്കുന്നത്. ഇതിപ്പോൾ 1/2 ലിറ്ററിൻ്റെയാണ് 100 രൂപ. അപ്പോൾ ലവ്ലി ചേച്ചിയുടെ പുതിയൊരു സംരംഭമാണ്. വന്ന് കഴിച്ചവരെന്തായാലും വീണ്ടും വരും, കാരണം നല്ല സ്വാദാണ് കറികൾക്കായാലും. ബിരിയാണി കഴിച്ചു നോക്കിയില്ല, കാരണം ചോറുണ്ടോണ്ട് പിന്നെ ബിരിയാണിയും കൂടെ കഴിക്കാൻ സ്ഥലമില്ല. എന്നാലും വീട്ടിൽ നിന്ന് മുതൽ കുക്കിംഗ് മുതൽ ഞങ്ങൾ കണ്ടതാണ്. അപ്പോൾ നല്ല ഭംഗിയായിട്ടാണ് അതൊക്കെ വെക്കുന്നത്. നല്ലൊരു മണമാണ് കേട്ടോ ബിരിയാണിയുടെയൊക്കെ. അപ്പോൾ നിങ്ങൾ ഇതുവഴിയൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കുക. ഒറ്റ കാര്യം ഓർമ്മിച്ച് വയ്ക്കുക. ഇപ്പോൾ പായസമായാലും അല്ലെങ്കിൽ ഇപ്പോൾ ഈ മീൻ പൊള്ളിച്ചതോ ഞണ്ടോ ഇതൊക്കെ വേണമെങ്കിൽ ഒന്ന് മുൻകൂട്ടി വിളിച്ച് പറയണം. കാരണം ഇവിടെ ഒരു 20 ഊണ്, അതും പൊതിച്ചോറാണല്ലോ, ഇവിടെ വെക്കാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഒരു 20 ഊണുമായിട്ട് ഇവർ വരും, അല്ലെങ്കിൽ കുറച്ച് ബിരിയാണി ആയിട്ട് ഇവർ വരും. അത് പാഴ്സൽ ചെയ്ത് ആളുകൾ വന്ന് മേടിച്ചിട്ട് തീരുമ്പോൾ വീട്ടിൽ പോകും. അങ്ങനെ വലിയൊരു ഇതിലേക്ക് എത്തിയിട്ടില്ല. അത് നിങ്ങളും കൂടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ കുറച്ചും കൂടിയൊക്കെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകും. അപ്പോൾ അതിന് നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് വെച്ചാൽ ഒന്ന് ചേച്ചീനെ ഒന്ന് വിളിച്ച് പറഞ്ഞേക്കാം. നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലൊന്ന് വിളിച്ച് പറഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ ഇവരുണ്ടാക്കി ഇവിടെ വെച്ചിരിക്കും. അല്ല ഒരുപാടായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഭയങ്കര ആളൊന്നും വന്നു തുടങ്ങിയിട്ടില്ല. 2 മാസമല്ലേ ആയിട്ടുള്ളൂ തുടങ്ങിയിട്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അവസാനിപ്പിക്കുക. പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് ഇനിയും വരാം.